ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്താ കണ്ടുകഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മളെ ചെട്ടിയാരെ കാര്യമൊക്കെ ഒന്ന് കാണാം. ഞങ്ങളുടെ അപ്പോൾ നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി നമുക്ക് പോവുകയാണ്. അപ്പം ഞങ്ങളുടെ പരിസരവും കാര്യങ്ങളും ഇന്നത്തെ വിഭവവും ഒക്കെ കാണാം. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അപ്പം നമ്മുടെ പൈങ്കുളങ്ങര സ്ഥലവും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ പോകുന്നത് നമ്മുടെ സുന്ദരേണ്ട കടയും കാണാം കേട്ടോ. അപ്പം എല്ലാവരും പോരി നമ്മുടെ നാട്ടിൽ കൂടെ എല്ലാവരും നമ്മൾ സ്വാഗതം ചെയ്യാണ് നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക്. അപ്പം ഇന്നത്തെ വിഭവമായ തേങ്ങാച്ചോറ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ പോവാട്ടോ. ഞങ്ങൾ ഉള്ളിയും സാധനങ്ങളൊക്കെ വേണം. ഉള്ളിയൊക്കെ ഇവിടെ കുറവാണ്. അപ്പം അതൊക്കെ ഒന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് കടയ്ക്ക് പോവുകയാണ്. അപ്പം ഇന്നത്തെ വിഭവം സ്പെഷ്യൽ ചിക്കൻ കറി അതുപോലെ തന്നെ തേങ്ങാച്ചോറുമാണ്. അപ്പൊ നമുക്ക് ഞങ്ങളുടെ പൈങ്കുളങ്ങര ഗ്രാമത്തിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സുന്ദരേണ്ട കടയും കാണാൻ പോവാട്ടോ. അപ്പൊ എല്ലാവരും പോന്നോളൂ പിന്നാലെ. दुआ भी लगे ना मुझे, दवा भी लगे ना मुझे, जब से दिल को मेरे तू लगा है। नींद रातों की मेरी, चाहत बातों की मेरी, चैन को भी मेरे तूने यूं ठगा
ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സുന്ദരേട്ടൻ്റെ കട കേട്ടോ. അപ്പം നമുക്ക് സുന്ദരേട്ടൻ്റെ കടയിലെ ഉള്ളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മളിന്നൊന്ന് കടയ്ക്ക് വന്നപ്പോൾ ഈ ഒരു ഭാഗം കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. ആ പോണതിൻ്റെ സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ, എൻ്റെ റിയാസ്. അവന് ഇവിടെ തന്നെയാണ് ജോലി. അവന് മുടിവെട്ടൽ ബാർബർ ഷോപ്പറിലാണ് കേട്ടോ. വീട് മുതിരിയാണ്. ചെറുകോട് സ്കൂളിൽ ഞങ്ങൾ 8ാം ക്ലാസ് മുതൽ +2 വരെ ഒരു ഇതിലായിരുന്നു. അപ്പൊ അങ്ങനെ ഇതാ നമ്മുടെ സുന്ദരേട്ടന്റെ കടയിലേക്ക് നമ്മൾ കയറി ചെന്ന് ആദ്യം ഇവിടെ മുട്ടായി തിരയുന്നു. ഞാനും എനിക്കും വേണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാനൊരു മുട്ടായി നടിച്ചാണ്, അപ്പൊ അതുകൊണ്ട് നമ്മൾ മുട്ടായി വേണ്ടാന്നൊന്നും പറയില്ല. അപ്പൊ നമ്മുടെ സുന്ദരേട്ടന്റെ പീടിക കച്ചവടം അതുപോലെ തന്നെ ചായ കച്ചവടം ഉണ്ട് കേട്ടോ. രാവിലെ ആയി കഴിഞ്ഞാൽ നല്ല ചൂടുള്ള ദോശയും ചട്നിയും സാമ്പാറും ഐറ്റമൊക്കെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നല്ല കിടിലൻ പൊറാട്ടയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ സ്പെഷ്യൽ പൊറാട്ട തന്നെയാണ്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഉള്ളവരൊക്കെ വരും കേട്ടോ. എപ്പോഴും തിരക്ക് തന്നെയാണ് സുന്ദരേട്ടന്. ഇവിടുന്ന് കടയെ നോക്കാൻ, അതുപോലെ തന്നെ ചായക്ക് വരുന്നവരവരെയും. പിന്നെ സുന്ദരേട്ടൻ്റെ കട എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത തന്നെയല്ലേ. അപ്പം നിങ്ങൾ കണ്ടില്ലേ, നമുക്ക് കണ്ടുള്ള ഒരു വീട് പോലെ തോന്നും. കുറേ പഴക്കം നേരിയ കടയാണ് കേട്ടോ അത്. അതൊക്കെ പറഞ്ഞു സുന്ദരേട്ടൻ. അപ്പം നമുക്ക് കടയിലൊക്കെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അല്ലേ. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഭവത്തിലെ കൊച്ചു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ താഴെ കാണുന്ന ബെല്ലൈക്കൽ ഓൾ എന്ന ഓപ്ഷൻ വെക്കാനും മറക്കല്ലേ. ഓൾ എന്ന ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന കുറച്ച് വിഭവങ്ങളും വിശേഷങ്ങളും വ്ലോഗുകളൊക്കെ നിങ്ങളിലേക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് എത്തും. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറ്റുമെങ്കിൽ ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കടയിലെ വിശേഷങ്ങളൊക്കെ കാണാം. മോനിട്ടെപ്പോഴും വരലുണ്ട് വീടേക്ക് മുട്ടായി ഞാൻ. എത്രയിലാണ് പഠിക്കണേ? 5 എവിടെ? പിന്നെ പല സ്കൂളിൻ്റെ വീഡിയോ നമ്മൾ എടുത്തായിരുന്നു. ചോക്ലേറ്റ് പോകുന്നു. തലയിൽ മഴ ചാറ്റ് കൊള്ളാത്തതിന് കവറിട്ട ആളാണ്ടോ. പൈസ ചില്ലറൊക്കെ അങ്ങ് പറ്റുന്നു. സാധനം വാങ്ങാൻ പിടികൂടെ കൊടുക്കും. എന്തെങ്കിലും ഡൈരി ഞങ്ങളെ വീഡിയോ ആണ്, ഫോട്ടോ അല്ല.
അങ്ങനെ ഞങ്ങൾ ചുയിങ്കം വാങ്ങിയിരുന്നു, കുറേ മുട്ടായികളൊക്കെ വാങ്ങിയിരുന്നു, മുട്ടായികളൊക്കെ തിന്നിട്ടോ. അപ്പോൾ ചുയിങ്കം ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ സ്റ്റിക്കർ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പണ്ട് എന്താ ചുയിങ്കം തിന്ന ബൂമർ തിന്നതിൻ്റെ ഓർമ്മയിൽ അങ്ങനെ വാങ്ങി കഴിച്ചതാണ്. ഞാനിപ്പോഴൊന്നും അങ്ങനെ ചുയിങ്കം ഒന്നും കഴിക്കാറില്ല, കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ചുയിങ്കം കഴിക്കുന്നത്. കിടിലൻ തന്നെയാണ് സാധനം കേട്ടോ. അതിൻ്റെ ഒപ്പമുള്ള സംഭവമാണിത്, സ്റ്റിക്കർ. അന്നൊക്കെ കഴിയുമ്പോൾ കൂടെയൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ചടക്കുക, അതൊക്കെ ഒരു രസമായിരുന്നു. പിന്നെ ഞങ്ങളെ വീട്ടില് ആദ്യം വന്നിട്ടുണ്ട്. അത് വലിയ ചേച്ചീന്റെ ചെറിയ കുട്ടിയാണ്. അപ്പൊ ഓനിന്ന് പോകും കേട്ടോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ തേങ്ങാച്ചോറും ചിക്കനൊക്കെ ഉണ്ടാക്കിയത്. നെയ്ച്ചോറും ബിരിയാണി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ എപ്പോഴേലൊക്കെ എവിടെയെങ്കിലും പരിപാടികൾക്കൊക്കെ കഴിക്കില്ല. തേങ്ങാച്ചോറൊക്കെ അപൂർവമായിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കാം. എല്ലാവർക്കും തേങ്ങാച്ചോറ് ഇഷ്ടമാണ്. അപ്പൊ അതൊന്ന് കണ്ടുനോക്കി. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വിഭവം നല്ല ചിക്കൻ കറിയും അതോടൊപ്പം തന്നെ എന്താന്ന് വെച്ചാൽ ഇതങ്ങോട്ട് തുറക്കണ്ട കേട്ടോ. കണ്ടോ, നല്ല തേങ്ങാച്ചോറ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് കഴിക്കുന്ന വീഡിയോ കൂടി നമ്മൾ കാണിക്കുന്നതാണ് കേട്ടോ. നമുക്ക് എല്ലാവരും പോയി നമ്മൾ പേരേക്ക്. അപ്പം നല്ല തേങ്ങാച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം പോകാനായപ്പോഴേക്കും ശ്രീകോണിനും തന്നെ വണ്ടൂർക്ക് അങ്ങോട്ട് ഒരു ട്രിപ്പും ഉണ്ട്. അപ്പം പോണ വഴിക്ക് ഓനെ അങ്ങോട്ട് ആക്കി കൊടുക്കാമല്ലോ വിചാരിച്ച് ചോറിനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഓർക്കുള്ളത് ആദ്യം ചോറ് കൊടുക്കുക കരുതിയിട്ട് ശ്രീകോണിനും ആദ്യം അച്ഛനും ഒരാദ്യം കഴിച്ചിട്ടോ. പിന്നെ അവരൊക്കെ പോയതിന് ശേഷമാണ് ഞാനും അമ്മയൊക്കെ കഴിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറ് കണ്ടില്ലേ, നല്ല ആവി പറക്കണ തേങ്ങാച്ചോറ്, നല്ല കിടിലൻ ടേസ്റ്റി നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഇതിന് മുന്നൊക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും അത് കാണിക്കേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് എടുക്കാൻ കേട്ടോ. ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് ഈ ഒരു വിശേഷമൊക്കെ ഒന്ന് കാണിക്കാമല്ലോ നിങ്ങളെ വിചാരിച്ചു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. നമ്മുടെ ആദ്യം പോവുകയാണേ. ഫാറൂസ് അതിൻ്റെ സങ്കടത്തിലാണ്. അതോളം ഇട്ടില്ല. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ കറിയും തേങ്ങാച്ചോറൊക്കെ ഒന്ന് കഴിക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ രേഖപ്പെടുത്തുക. നല്ല വിഭവങ്ങളും വിശേഷങ്ങളും ചെറിയ ചെറിയ വ്ളോഗുകളായിട്ട് നമ്മൾ മറ്റൊരു ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അപ്പം എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.